മക്കളെ, ഇന്ന് നമുക്ക് ഭൂതകാൽ, വർത്തമാൻ കാൽ, ഭവിഷ്യത് കാൽ ഈ 3 കാലങ്ങൾ എന്താണ് എന്ന് നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. തീർച്ചയായിട്ടും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഓക്കെ, ഭൂതകാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണം ലഡുക്ക സ്കൂൾ ജാത്താ. ജാന എന്ന് പറഞ്ഞാൽ പോവുക, ജാത്താ പോയിരുന്നു. ഭൂതകാലാണ് അല്ലെ, കഴിഞ്ഞു പോയതാണ്, കഴിഞ്ഞതാണിത്. അപ്പം എന്താണ്? ലഡുക്ക സ്കൂൾ ജാത്താ, ലഡുക്ക സ്കൂളിൽ പോയിരുന്നു, ജാത്താ പോയിരുന്നു. ഇവിടെ ക്രിയാധാതുവിനോട് കൂടി താ എന്നാണ് ചേർന്നിരിക്കുന്നത്. ക്രിയാധാതു ജാന എന്നതാണ് ക്രിയ. ഇവിടെ ജാത്താ കണ്ടല്ലോ, ഇതിലെ ക്രിയ എന്ന് പറയുന്നത് ജാന, പോവുക. എന്താണ് ക്രിയ എന്ന് പറയുന്നത്? ജാന, പോവുക എന്നതാണ് ഇതിലെ ക്രിയ. അപ്പോൾ അതിൻ്റെ ക്രിയാധാതുവാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഞാ എന്നത് നമ്മൾ ഒഴിവാക്കുന്നു. ഞാ പോക്കിയിട്ട് ജ മാത്രം എടുക്കും. അതാണ് ഈ ജ, ഇവിടെ തന്നിരിക്കുന്ന ജ. മനസ്സിലായോ? പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്ലസ് തായാണ് ചേർക്കുന്നത്. ക്രിയാധാതു പ്ലസ് താ, ക്രിയാധാതു പ്ലസ് താ, ജാഥാ. പിന്നെ ദാ ചേർക്കും, അതായത് ഭൂതകാലമാണ്. ഭൂതകാലമായതുകൊണ്ടാണ് ദാ. പോയിരുന്നു, ദാ പറഞ്ഞ ആയിരുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ജാഥാ എന്ന് പറയുമ്പോൾ പോയിരുന്നു. ലഡുക്ക സ്കൂൾ ജാത്താ, ലഡുക്ക സ്കൂളിൽ പോയിരുന്നു, സ്കൂളിൽ പോയിരുന്നു. ഇനി അടുത്ത മാറ്റം വരുന്നത് വർത്തമാനകാലമാണ്. വർത്തമാനകാലം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോ ലഡുക്ക സ്കൂൾ ജാത്താ ഹേ, ലഡുക്ക ആൺകുട്ടി സ്കൂളിൽ പോകുന്നു, ജാത്താ ഹേ പോകുന്നു. ഇതോ പോയിരുന്നു, ചെയ്ത് കഴിഞ്ഞ കാര്യം. പോയിരുന്നു, വർത്തമാനകാലത്തിൽ പോകുന്നു. ഭൂതകാലത്തിൽ എങ്ങനെയാണ്? പോയിരുന്നു. അടുത്തത് വർത്തമാനകാലത്തിൽ വരുമ്പോൾ പോകുന്നു, ജാത്താ ഹേ പോകുന്നു. ഇനി ഭവിഷ്യത് കാലമാണ് നോക്കുന്നത്. ലഡുക്ക സ്കൂൾ ജായേഗ, ലഡുക്ക സ്കൂൾ ജായേഗ ആൺകുട്ടി സ്കൂളിൽ പോകും, ജായേഗ. ഏക എന്നാണ് വന്നത്. ഏകി പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. ചെയ്യും എന്നർത്ഥം വരുന്നത്, ചെയ്യും എന്നർത്ഥം വരുന്നതാണ് ഏക. ഭവിഷ്യത് കാലത്തിലാണ് അത് പ്രയോഗിക്കുന്നത്, ക്രിയാധാതുവിനോടുകൂടി. ക്രിയാധാതു എന്ന് പറയുന്നത് ജ. കണ്ടോ, എല്ലാത്തിലും ജാന്റെ കൂടെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഫസ്റ്റ് ജാന്റെ കൂടെ താ എന്ന് ചേർത്തു, ജാത്താ പോയിരുന്നു. ജാത്താ ഹേ പോകും, ജാത്താ ഹേ പോകുന്നു എന്നർത്ഥം. ജാത്താ ഹേ പോകുന്നു. ജായേഗ, ജ പിന്നെ ഏക, ജായേഗ എന്ന് പറഞ്ഞാൽ പോകും, ജായേഗ പോകും. ഇനി ലഡുക്കേ സ്കൂൾ ജാത്തേ ദേ, ലഡുക്കേ അത് ഇതേ സംഭവം തന്നെ ബഹുവചനത്തിൽ എഴുതിയതാണ്. ലഡുക്ക എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ഏകവചനമാണ്, ലഡുക്കേ പുല്ലിംഗം ബഹുവചനമാണ്. അപ്പോൾ പിന്നെ വരുന്ന സെന്റൻസ് എന്ന് പറയുന്നത് പുല്ലിംഗം ബഹുവചനത്തിൽ എഴുതിയ സെന്റൻസ് ആണ് അടുത്തത്. അപ്പോൾ പുല്ലിംഗം ബഹുവചനത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. അതിൽ നമ്മൾ ഈ ലാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ജാത്തേ ദേലെ, മുകളിൽ ജാത്താ ദാ എന്നാണ്, പുല്ലിംഗം ബഹുവചനത്തിൽ ജാത്തേ ദേ. അതുപോലെ തന്നെ ഇവിടെ ജാത്താ ഹേ എന്നുള്ളത് ജാത്തേ ഹേ, തേയും ഹേയും വന്നു. ഇവിടെ ജായേങ്കെ, ജായേഗ എന്നുള്ളത് ജായേങ്കെ, ജായേഗ ജായേങ്കെ. ഇനി ലഡുക്കി സ്കൂൾ ജാത്തി ദി, അടുത്ത സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗം ഏകവചനം, സ്ത്രീലിംഗ ഏകവചനത്തിൽ ലഡുക്കി സ്കൂൾ ജാത്തി ദി,
ജാ ക്രിയാധാതു, ജാ എന്ന ക്രിയാധാതുവിനോട് കൂടി തീ ചേർത്തു. പിന്നെ ദി, നേരത്തെ നമ്മൾ പഠിച്ച ദി തന്നെ. അപ്പം ലഡ്കി സ്കൂൾ ജാത്തി ദി. അടുത്തത് ലഡ്കി സ്കൂൾ ജാത്തി ഹേ. ലഡ്കി സ്കൂൾ ജാത്തി ഹേ. ലഡ്കി സ്കൂൾ ജാത്തി ഹേ. പിന്നെ ലാസ്റ്റ് ഭവിഷ്യത് കാലത്തിലേക്ക് സ്ത്രീലിംഗത്തിൽ വന്ന മാറ്റം ലഡ്കി സ്കൂൾ ജായേഗി. ഏകി എന്നാണ്. ഏക, ഏങ്കെ, ഏകി. ഏക എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ഏകവചനം, ഏങ്കെ പുല്ലിംഗം ബഹുവചനം, ഏകി സ്ത്രീലിംഗം ഏകവചനം. ഇനി ലഡ്കിയ സ്കൂൾ ജാത്തി ദി. ലഡ്കിയാം സ്കൂൾ ജാത്തി ദി. ലഡ്കിയാം, ലഡ്കിയാം പറയുമ്പോൾ സ്ത്രീലിംഗം ബഹുവചനാണ്. ലഡ്കിയാം. ലഡ്കിയാം സ്കൂൾ ജാത്തി ദീം. ഈ ദീ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. ഒരു ഡോട്ട് കണ്ട, ഇവിടെ അങ്ങനെ ഒരു ഡോട്ട് ഉണ്ട്. അതാണ് ബഹുവചനത്തിനെ സൂചിപ്പിക്കുന്നത്. ജാത്തി ദീം. ജാത്തി ദീം സ്ത്രീലിംഗം ബഹുവചനം. ലഡ്കിയ സ്കൂൾ ജാത്തി ഹേ. ഹേ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഉണ്ട് ഇവിടെ കണ്ടോ. ജാത്തി ഹേ. ഹേ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഉണ്ടാവും. ലഡ്കിയാം വന്നതുകൊണ്ടാണത്. ലഡ്കിയാം പറഞ്ഞാൽ പെൺകുട്ടികൾ. ഒരു പെൺകുട്ടി മാത്രമല്ല, പെൺകുട്ടികളാണ്, ഒന്നിലധികമുണ്ട്, ബഹുവചനമാണ്. അപ്പോൾ ലഡ്കിയാം സ്കൂൾ ജാത്തി ഹേ. അടുത്തത് ലഡ്കിയാം സ്കൂൾ ജായേങ്കി. ഒരു സ്ത്രീലിംഗം ഏകവചനമാകുമ്പോൾ ജായേഗി എന്നായിരുന്നു അല്ലേ. ജായേഗി. ഇവിടെ ജായേംഗി. എൻ്റെ മുകളിൽ ചന്ദ്രക്കലയും കുത്തും വന്നു. ലഡ്കിയ സ്കൂൾ ജായേംഗി. 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 മനസ്സിലായല്ലോ. ഇപ്പൊ ക്രിയാധാതുവിനോട് കൂടിയാണ് മാറ്റങ്ങളൊക്കെ വരുന്നത്. ക്രിയാധാതു പ്ലസ് താ തേ തീ എന്ന് ചേർക്കുക. ഭൂതകാലത്തിൽ ക്രിയാധാതു പ്ലസ് താ തേ തീ. മനസ്സിലായല്ലോ. പുല്ലിംഗം ഏകവചനത്തിൽ താ, പുല്ലിംഗം ബഹുവചനത്തിൽ തേ, സ്ത്രീലിംഗം ഏകവചനത്തിൽ തീ, സ്ത്രീലിംഗം ബഹുവചനത്തിനും തീ തന്നെ. ദി എന്നതിന് ദീം എന്ന് വരും. അതുപോലെ വർത്തമാനകാലത്തിൽ ക്രിയാധാതുവിനോട് കൂടിയിട്ട് താ ഹേ എന്നാണ് വരുന്നത്. താ എന്നും ഹേയും വരും. താ ഹേ. വർത്തമാനകാലത്തിൽ ക്രിയാധാതു പ്ലസ് താ ഹേ ആണ് വർത്തമാനകാൽ. വർത്തമാനകാൽ ക്രിയാധാതു പ്ലസ് താ ഹേ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. വർത്തമാനകാൽ ക്രിയാധാതു പ്ലസ് താ ഹേ. ബാക്കി പിന്നെ നമുക്ക് കിട്ടും. ബാക്കി പിന്നെന്താണ്? പുല്ലിംഗം, സ്ത്രീലിംഗം, സ്ത്രീലിംഗ ബഹുവചനം, പുല്ലിംഗം ബഹുവചനം അങ്ങനെയല്ലേ വരുന്നത്. അപ്പം നമുക്ക് അതിനെ മാറ്റി എഴുതാൻ നമുക്ക് പറ്റും. ഇത് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം ആദ്യം മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ക്രിയാധാതു പ്ലസ് താഹേ എന്ന് പഠിച്ചു വെക്കുക. വർത്തമാനകാൽ ക്രിയാധാതു പ്ലസ് താഹേ, വർത്തമാനകാൽ ക്രിയാധാതു പ്ലസ് താഹേ എന്ന് പഠിക്കുക. അപ്പോൾ ക്രിയാധാതു എന്ന് പറയുന്നത് ഇവിടെ ജാന എന്നതിൻ്റെ ധാതു, ക്രിയാധാതു ജ എന്നാണ്, അതിൻ്റെ കൂടെ താഹേ. പിന്നെ ബഹുവചനത്തിൽ വരുമ്പം ക്രിയാധാതു പ്ലസ് തേ ഹേ, സ്ത്രീലിംഗത്തിൽ തീ ഹേ, സ്ത്രീലിംഗം ബഹുവചനത്തിൽ തീ ഹേം. അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്രിയാധാതു പ്ലസ് താഹേ എന്നാണ് വർത്തമാനകാലം എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഭൂതകാലത്തിൽ ക്രിയാധാതു പ്ലസ് താ ധ എന്നാണ്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ഈ ലാസ്റ്റുള്ള ദാ ദേ ദി ദീം അതാണ് മാറ്റം വരുന്നത്. വർത്തമാനകാലത്തിലെ പോലെ തന്നെ താ തേ തീ തീ ജാത്തി ജ എന്ന ക്രിയാധാതുവിനോട് കൂടി ഒരുപോലെയാണ് വരുന്നത് അല്ലേ. ഇനി നമുക്ക് ഭവിഷ്യത് കാലത്തിൽ വരുന്ന മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. ക്രിയാധാതു പ്ലസ് ഏക. ഭവിഷ്യത് കാലത്തിൽ ക്രിയാധാതു പ്ലസ് ഏക, ഏകേ, ഏകി, ഏങ്കി. ഭവിഷ്യത് കാലത്തില് ക്രിയാധാതു പ്ലസ് ഏക, ഏകേ, ഏകി, ഏങ്കി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഭൂതകാലം ക്രിയാധാതു പ്ലസ് താത, വർത്തമാനകാൽ ക്രിയാധാതു പ്ലസ് താഹേ, ഭവിഷ്യത് കാൽ ക്രിയാധാതു പ്ലസ് ഏക, ഏക, ഏകേ, ഏകി, ഏങ്കി. ഭവിഷ്യത് കാൽ ക്രിയാധാതു പ്ലസ് ഏക, ഏകേ, ഏങ്കി, ഏകി, ഏങ്കി. അതുപോലെ വർത്തമാനകാലത്തില് താഹേ, തേഹേ, തീഹേ, തീഹേം.
ഭൂതകാലത്തിൽ താ ധ തേ ദേ തീ ദി തീ ദീം. മനസ്സിലായല്ലോ? ഇനി മേം ഗർ ജാന ചാത്താ ധ. ഇനി മേം വരുമ്പോഴുള്ള മാറ്റമാണ്. മേം ഭൂതകാലത്തിൽ മേം എന്ന് വരുമ്പോൾ, ഭൂതകാലത്തിൽ മേം എന്ന് വരുമ്പോൾ മേം ഗർ ജാന ചാഹ്താ ധ. ജാന ചാഹ്താ ധ. തും വഹാം ക്യാ കർത്തേ ധേ. തും വഹാം ക്യാ കർത്തേ ധേ. മേം അതുപോലെ തന്നെ തും. ഇനി മേം വരുമ്പോൾ ഗർ ജാന ചാത്താ ഹൂം. മേം വരുമ്പോൾ ഹും എന്ന് മാറും എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. മേം വരുമ്പോൾ ഹും. ഇവിടെ ചാത്താ ദ എന്നായതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതണം. മേം എന്നാണെങ്കിലും ദ എന്ന് എഴുതണം. ഇവിടെ ഹേ എന്ന് വന്നതാണ് എന്തായത്, ഹും എന്നായി മാറിയത്. ഇനി മേം ജാന ചാഹൂങ്ക. മേം വരുമ്പോൾ എന്താണ്, ചാഹൂങ്ക എന്നാണ് വരിക. മേം ജാന ചാഹൂങ്ക. ഇനി തും വഹാം ക്യാ കർത്തേ ധേ. തും വഹാം ക്യാ കർത്തേ ധേ. കർത്തേ ചിഹ്നം വന്നു, അപ്പൊ ദേ വന്നു. തും വഹാം ക്യാ കർത്തേ ഹോ. തും വന്നതുകൊണ്ട് ഇവിടെ എന്തായി, ഹായാണല്ലോ, ഹാക്കി വന്ന മാറ്റം ഹോ എന്നായി. ഹോ. തും വഹാം ക്യാ കർത്തേ ഹോ. തും വഹാം ക്യാ കരോഗെ. കരോഗെ. തും വഹാം ക്യാ കരോഗെ. ഏഗ ഏഗെ ഏഗി അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഏഗ ഏഗെ ഏഗി ക്രിയാധാതുവിനോട് കൂടി ഭവിഷ്യത് കാലത്തിൽ ചേരും. അപ്പം അത് തും വരുമ്പോൾ എന്താണ്, കരോഗെ എന്നായി മാറും. തും വഹാം ക്യാ കരോഗെ. ഇനി നിങ്ങൾക്ക് ഇവിടെ നമൂനയ്ക്ക് അനുസാർ ലിഖേം, ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. നമൂനയ്ക്ക് അനുസാർ ലിഖേം എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. യുദ്ധ സമാപ്ത് ഹോ ജാത്താ ധ. ലാസ്റ്റ് സെന്റൻസ് നോക്കാം. യുദ്ധ സമാപ്ത് ഹോ ജായേഗ. ഇവിടെ ഏകയാണ് വരിക, നമ്മൾ പഠിച്ചതാണ് അല്ലേ. യുദ്ധ സമാപ്ത് ഹോ ജായേഗ. ഇനി നമ്മൾ സെക്കൻഡ് വർത്തമാനകാലത്തിലേക്ക് യുദ്ധ സമാപ്ത് ഹോ ജാത്താ ധ എന്നത് ഇവിടെ എന്തായി മാറും, യുദ്ധ സമാപ്ത് ഹോ ജാന്റെ കൂടെ എന്താണ് വരുന്നത്, ത, പിന്നെയോ ഹേ അല്ലേ. യുദ്ധ സമാപ്ത് ഹോ ജാത്താ ഹേ എന്നാണ് മാറുന്നത്. യുദ്ധ സമാപ്ത് ഹോ ജാത്താ ഹേ. ഇനി റോമ കാം കർത്തി ദി. റോമ കാം കർത്തി ദി. റോമ കാം കർത്തി ഹേ. ഇനി ഏക എന്നതാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പൊ റോമ കാം കരേഗി. റോമയാണ്, അപ്പൊ എന്താണ്, കരേഗി. റോമ കാം കരേഗി. മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. മേം വരുമ്പം ഹും എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ വഹ് ഹേ, യഹ്നും അതുപോലെ തന്നെ ഹേ എന്നാണ് വരുന്നത്. വേ വരുമ്പോൾ ഹേം എന്ന് വരും. യേ വരുമ്പോഴും ഹേം എന്ന് വരും. ഹം വരുമ്പോഴും ഹേം എന്ന് വരും. ആപ്പ് വരുമ്പോഴും എന്താണ്, ഹേം എന്ന് തന്നെയാണ് വരുന്നത്. താങ്കൾ എന്നാണ്, അപ്പോൾ ഹേം എന്നാണ് വരുന്നത്. തും വരുമ്പോൾ ഹോ എന്നാണ് വരിക. തും ഹോ. തും വരുമ്പോൾ ഹോ. മേ വരുമ്പോൾ ഹും. ഓക്കെ, എത്രയും കാര്യങ്ങളാണ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത്, എക്സാമിന് ചോദിക്കുന്ന ചോദ്യം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ വാങ്ങിക്കാനും പറ്റും. ഓക്കെ.